അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ സന്ദർശനത്തിലാണ്. രാജകീയമായ സ്വീകരണമാണ് സൗദി അറേബ്യ ഡൊണാൾഡ് ട്രംപിന് അവിടെ ഒരുക്കിയത്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശം $142 ബില്യൺ വമ്പൻ കരാറുകൾ സൈൻ ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ആയുധ ഇടപാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, $142 ബില്യൺ ആണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ടോട്ടൽ GDP എന്ന് പറയുന്നത് ഒരു വർഷത്തെ അവരുടെ GDP 300 ബില്യനോ അങ്ങാണ്ടാണ്. അപ്പോൾ ഏതാണ്ട് അതിന്റെ പകുതിയോളം തുക ആയുധ ഇടപാടുമായിട്ട് ആംസ് ഡീൽ എന്ന് വ്യക്തമാവുകയാണ്. വലിയൊരു എഗ്രിമെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് സെയിൽ എഗ്രിമെന്റ് ആണിത്. 142 ബില്യൺ. ഈ കാര്യങ്ങളിലൊന്നും യാതൊരു കുഴപ്പമില്ല. അമേരിക്കയും സൗദിയും തമ്മിൽ ഡീൽ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? മാത്രമല്ല, സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത് തന്നെ അമേരിക്കയുടെ സഹായത്തോടെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ അമേരിക്ക എന്ന് പറയുന്നത് തത്വത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ബോസ് ആണ്. സത്യത്തില് ഇപ്പോ ട്രംപ് വരുന്ന സമയത്ത് നമ്മുടെ MBS സൗദിയുടെ കിരീടാവകാശി നേരിട്ട് പോയിട്ട് പർപ്പിൾ പരവതാനിയൊക്കെ വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ അതൊരു സൗഹൃദത്തിന്റെ സ്വീകരണമല്ല. ഇപ്പൊ സൗഹൃദത്തിന്റെ സ്വീകരണം നമുക്കറിയാം, വിദേശ നേതാക്കൾ വരുന്ന സമയത്ത് അവരെ പോയി സ്വീകരിക്കും. ഏറ്റവും അടുത്ത സുഹൃത്താണ് വരുന്നതെങ്കിൽ നേരിട്ട് പോയി സ്വീകരിക്കും. ഇതൊക്കെ ലോകത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ട്രംപ് ഒരു കാര്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും സൗദി അതൊരു ഓർഡറായിട്ട് കാണുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സത്യങ്ങളാണത്. ശരിക്കും ട്രംപ് ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യ $1 ട്രില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. സൗദി സമ്മതിച്ചിരിക്കുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പകരമായിട്ട് ആയുധങ്ങളും മറ്റുമൊക്കെ, അതും ഫ്രീ ആയിട്ടല്ല കേട്ടോ, പൈസയ്ക്ക് തന്നെ അമേരിക്ക സൗദിക്ക് കൊടുക്കുകയും ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, അമേരിക്ക ഇന്ത്യക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ സൗദി അല്ലെങ്കിൽ UAE ഒക്കെ ആയിട്ടുള്ള അമേരിക്കയുടെ ഡീൽ എന്ന് പറയുന്നത് അമേരിക്ക ബോസ് ആയിട്ടാണ്. ഒരു മ്യൂച്വൽ റെസ്പെക്ട് അവിടെ ഇല്ല. ഇതെല്ലാവർക്കും അറിയാം. ഈ ഗൾഫ് രാജ്യങ്ങളുടെ നിവർത്തികേട് തന്നെയാണ് അമേരിക്ക ചൂഷണം ചെയ്യുന്നതും. ഇനി മറ്റൊരു കാര്യം കൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, എനിക്ക് തോന്നുന്നു ഈ പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരെ കലാകാരന്മാര് പുകഴ്ത്തി പാട്ടുകൾ പാടുന്നത് പോലെ എന്തൊരു പുകഴ്ത്തലാണെന്നറിയാമോ ട്രംപിനെയും ട്രംപ് ഭരണകൂടത്തെയും. എന്താ കാര്യം? ഇപ്പോ IMF-ൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിൽ ട്രംപിന്റെ അമേരിക്ക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ സഹായത്തോടെയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ അടുത്തുനിന്ന് ഇനിയും പൈസ വല്ലതും കിട്ടുമോ എന്നാണ് ഇപ്പൊ പാകിസ്ഥാൻ നോക്കുന്നത്. അതുകൊണ്ട് ട്രംപിനെ പരമാവധി പാടി സുഖിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളിലും മുഴുവൻ അമേരിക്കൻ പുകഴ്ത്തലുകളും വാഴ്ത്തുപാട്ടുകളുമേ ഉള്ളൂ. ഇപ്പൊ ട്രംപും അമേരിക്കയും എന്തോ വലിയ മഹാസംഭവമായിട്ടാണ് പാകിസ്ഥാൻ കൊണ്ടാടുന്നത്. തുർക്കിയുടെ കാര്യം ഇനി പറയണോ? അമേരിക്ക പറയുന്നതിനപ്പുറമില്ല തുർക്കിക്ക്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, എവിടെ പോയി ഇവരുടെയൊക്കെ പാലസ്തീൻ സ്നേഹം? നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ, കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് പേര് പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, റാലികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്താ ഇപ്പൊ ആർക്കും പാലസ്തീനോട് ഒരു സ്നേഹവും ഇല്ലേ? കഴിഞ്ഞോ പാലസ്തീനോടുള്ള സ്നേഹം? സീരിയസ്ലി, ഇന്ത്യയുടെ പഴയ നിലപാട് എന്താണെന്ന് അറിയാമോ? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യ എല്ലാ കാലവും പാലസ്തീനും ഇസ്രയേലും കോ എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും വേണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊരിക്കലും ഇന്ത്യ ഗവൺമെന്റ് വെള്ളം ചേർത്തിട്ടേ ഇല്ല. നരേന്ദ്രമോദി വന്നിട്ടും ആ നിലപാട് മാറിയിട്ടില്ല. 2 രാജ്യങ്ങൾ വേണമെന്ന നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അടുത്തിടെ ഇസ്രയേൽ പൂർണ്ണമായും ഗാസ പിടിച്ചെടുക്കാൻ പോകണമെന്ന് പ്രഖ്യാപിച്ചു. ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ കുറച്ച് ചെറുതാണ്, അത് വലുതാക്കേണ്ട സമയമായി എന്നാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, ഗാസയിലുള്ള ജനങ്ങളെ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് മാറ്റി പാർപ്പിക്കാം, അതിന്റെ ചെലവൊക്കെ ഇസ്രയേലും അമേരിക്കയും കൂടെ ചെയ്യാം, അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ആ പ്രദേശം ഇസ്രയേൽ എടുത്തോട്ടെ എന്ന്. അപ്പൊ പലസ്തീനിലുള്ള ആൾക്കാർ പറഞ്ഞു പറ്റില്ല. അപ്പൊ ഇസ്രയേൽ എന്ത് ചെയ്യാണ്? ഈ ഗാസയെ മൊത്തത്തിൽ അവരുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് അമേരിക്കയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. പക്ഷേ സൗദി അറേബ്യക്ക് അത് പ്രശ്നമല്ല. സൗദി അറേബ്യക്ക് അതൊരു പ്രശ്നേ അല്ല. പാകിസ്ഥാന് പ്രശ്നമാണോ? അല്ലേ അല്ല. തുർക്കിക്ക് പ്രശ്നമാണോ? അല്ലേ അല്ല. ഇവർക്ക് ആർക്കും പലസ്തീൻ ഒരു പ്രശ്നമല്ല. പിന്നെ എന്തിനാണ് ഇവർ പാലസ്തീന് വേണ്ടിയിട്ട് വാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ്. ഞങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷകരാണെന്ന് വരുത്താൻ, പിന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് ഉറപ്പിച്ചു നിർത്താൻ, ആ വോട്ട് ബാങ്ക് ഇവരുടെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള വെറും കപടമായ വ്യാജമായ കുറെ സ്റ്റേറ്റ്മെന്റുകൾക്കപ്പുറം ആത്മാർത്ഥമായ ഒരു സ്നേഹവും പലസ്തീനിലെ മനുഷ്യരോട് പാകിസ്ഥാനുമില്ല, തുർക്കിക്കുമില്ല, സൗദി അറേബ്യക്കുമില്ല. ഇനി ഇറാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇറാന് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇറാൻ പോലും ഇപ്പൊ US-ഉമായിട്ട് ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്വന്തം കാര്യം സിന്ദാബ. ഇതിപ്പോ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇവരുടെയൊക്കെ വ്യാജമായ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടിട്ട് ഇവിടെയും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇവരൊക്കെ ശരിക്കും പലസ്തീനിലെ മനുഷ്യരോട് സ്നേഹം കൊണ്ടങ്ങ് വീർപ്പ് മുട്ടിച്ചിട്ടാണ് ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതുമാണ്. ഒരു സ്നേഹവുമില്ല.
അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പലസ്തീൻ വിഷയം പരിഹരിക്കൂ, നമുക്ക് എന്നിട്ട് ട്രേഡിനെ കുറിച്ച് സംസാരിക്കാമെന്ന് സൗദി അറേബ്യ എന്താണ് അമേരിക്കയോട് പറയാത്തത്? എന്താ പാകിസ്ഥാൻ പറയാത്തത്? അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇനി തുടരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാത്തത് എന്താ തുർക്കി പറയാത്തത്? ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എന്താ പറയാത്തത്? പറയില്ല. എല്ലാവർക്കും അറിയാം ഇസ്രയേലിന്റെ പുറകിൽ യഥാർത്ഥ ശക്തി അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു ഭാഗമാണ് മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രയേൽ. ഏഷ്യൻ രാജ്യങ്ങളെയും വിശേഷിച്ച് മിഡിൽ ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് അമേരിക്ക ഇസ്രയേലിനെ അവിടെ കാണുന്നത്. ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞു, ഇസ്രായേൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രദേശം അവരുടെ കൺട്രോളിൽ ഇനി നിലനിർത്തും. കാരണം ഹമാസിന്റെ ആക്രമണം അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് സംഭവിച്ചത്. ഇനി എന്തായാലും ഇസ്രായേൽ ഗാസ പൂർണ്ണമായും കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അന്നും കുറെ ആളുകൾ അതിനെയൊക്കെ വിമർശിച്ചു വന്നിരുന്നു. ഇപ്പോ ലോകം കാണുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ്. എന്ന് വെച്ചാൽ പലസ്തീനോട് ഒരു സ്നേഹവുമില്ല. നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ, ഇടപെടാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അവിടെ പോയി വലിയ ഡയലോഗ് പറയരുത്. ഇത് ഡയലോഗ് അടിക്കുകയും ചെയ്യും, അടിയിൽ കൂടെ എന്നിട്ട് അമേരിക്കയുമായിട്ട് സഖ്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യം എന്താ? എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു രാജ്യം UAE ആണ്. UAE കുറെ കൂടെ പ്രാക്ടിക്കലാണ്. ഇവർക്ക് അറിയാം, അവർ പറഞ്ഞു കുറെ വാചകം അടിച്ചെന്നും കൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല. അവരതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ ചെയ്യും. ഇന്ത്യയുടെ ഒരു നിലപാട് നോക്കൂ. ഇന്ത്യ ഇസ്രയേലുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. ഇസ്രയേൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ്. പക്ഷെ മാനുഷിക പരിഗണന എന്നും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. പലസ്തീനിലെ മനുഷ്യരെ ഇന്ത്യ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യുദ്ധം നടന്നപ്പോൾ എന്തുമാത്രം സഹായങ്ങൾ മരുന്നുകളുടെ രൂപത്തിലും ഭക്ഷണ സാധനത്തിന്റെ രൂപത്തിലും ഒക്കെ ഇന്ത്യ അവർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും നമ്മളെ കൊണ്ട് പറ്റൂ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടി വാചകം അടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, ഈവൻ ഇറാൻ പോലും കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കുറെ വാചകം അടിക്കുമെന്നുള്ള അല്ലാതെ ആത്മാർത്ഥമായിട്ട് പലസ്തീനിലെ ജനങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും പലസ്തീനോട് സ്നേഹം കാണിച്ച് റാലി നടത്തുന്നതും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് പറയുന്നതും ഒക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അതിനപ്പുറം അവർക്ക് വേണ്ടി ആര് ചെയ്യുന്നു? 10 പാലസ്തീനികൾ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തയ്യാറാകുമോ സ്വീകരിക്കാനായിട്ട്? ഞങ്ങൾക്ക് അഭയം തരുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയോ UAEയോ ഖത്തറോ സ്വീകരിക്കുമോ? ഇറാൻ സ്വീകരിക്കുമോ? അവരെ ആരും സ്വീകരിക്കില്ല. പാലസ്തീനിലെ ജനങ്ങളെ നിങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് സഹായിച്ചൂടെ എന്ന് ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മണ്ണ് ഇസ്രായേൽ പിടിച്ചെടുക്കില്ലേ? അവരുടെ മണ്ണ് അവർക്ക് അവകാശപ്പെട്ടതാണ്, അവരവിടെ നിന്ന് തന്നെ പൊരുതട്ടെ എന്ന്. അവിടെ നിന്ന് ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്ത് മരിച്ചു പോക്കോട്ടെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ പട്ടിണി കിടന്നോട്ടെ, കുഴപ്പമില്ല, എന്നാലും നമ്മുടെ നാട്ടിലേക്ക് വേണ്ടാന്ന്. ഇതാണ് പല രാജ്യങ്ങളുടെയും നിലപാട്. ഇന്ന് ലോകം മുഴുവൻ കാണുകയാണ് ട്രംപും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം. ഇപ്പൊ സൗദിക്ക് യാതൊരു കുഴപ്പമില്ല, പലസ്തീന്റെ വിഷയത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ആർക്കും ഇല്ലെന്നേ. സൗദിക്കെന്ന് മാത്രം എന്തിനു പറയണം? ഒരു രാജ്യത്തിനുമില്ല. എല്ലാവരുടെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ബലിയാടാക്കപ്പെടുന്ന ഒരു സമൂഹമാണ് അവരിലുള്ള കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്, യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച്, ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച്, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യിപ്പിച്ച്, ഒടുവിൽ യുദ്ധത്തിലേക്ക് കൊണ്ടിട്ട് അവരുടെ ഉണ്ടായിരുന്ന സമാധാനം കൂടെ പോയി. ഇന്ന് ആ നാട് കിടക്കുന്ന അവസ്ഥ കാണണം. സത്യം പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. സത്യത്തിൽ ഇസ്രായേൽ എന്ത് ചെയ്തു എന്നറിയോ? പലസ്തീനിലുള്ള ചെറുപ്പക്കാർക്കും യുവതികൾക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ ഇസ്രായേലിൽ ജോലി കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാവുന്നതും ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതും. ഇനിയെങ്കിലും ലോകം കണ്ണു തുറന്ന് കാണണം പല രാജ്യങ്ങളുടെയും ഇരട്ടത്താപ്പ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.